വെനിസുലയ്ക്ക് ശേഷം കൊളംബിയയും ആക്രമിക്കുമെന്ന് അമേരിക്ക. അന്താരാഷ്ട്ര രാഷ്ട്രീയ ചരിത്രങ്ങളൊക്കെ അമേരിക്കയെയും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും വളരെ സങ്കീർണമായ രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇടതുപക്ഷ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള സമരങ്ങളും വെനിസുലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ പുതിയൊരു പ്രഖ്യാപനം അമേരിക്ക നടത്തിയിരിക്കുന്നത്, പ്രസിഡന്റ് ട്രംപ് നടത്തിയിരിക്കുന്നത് കൊളംബിയയും ആക്രമിക്കുമെന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഡ്രഗ് ആക്രമണത്തിൻ്റെ കേന്ദ്രമാണ്, കയറ്റുമതി ചെയ്യുന്നതിൻ്റെ സെൻറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് കൊളംബിയയാണ്. അത് കൊക്കൈൻ എന്ന് പറയുന്ന ഡ്രഗാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത്, അല്ലെ കടത്തുന്നത് എന്നുള്ളതാണ്. ഇവരുടെ ലക്ഷ്യങ്ങളെല്ലാം അമേരിക്കയാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് പലതവണ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അവരത് അംഗീകരിച്ചിട്ടില്ല, അവരത് നിരാകരിക്കുകയാണ് ചെയ്തത്. ആയതിനാൽ തന്നെ അതിൻ്റേതായിരിക്കുന്ന കുറേ പ്രയാസങ്ങളും വിഷമങ്ങളും അമേരിക്ക അനുഭവിക്കുന്നുണ്ട്. തങ്ങൾ അതെന്ത് ചെയ്യുന്നു? പ്രതിരോധിക്കുന്നു. എന്നാൽ ഇതാണോ യഥാർത്ഥത്തിൽ ലക്ഷ്യം? ഇതല്ല യഥാർത്ഥത്തിൽ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കൊളംബിയയുടെ പ്രസിഡന്റ് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് അതിനെ മാറ്റുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. വെനിസുല അങ്ങനെ തന്നെയാണ്. അടുത്ത ലക്ഷ്യം പറയുന്നുണ്ട് ക്യൂബ എന്ന് പറഞ്ഞ രാജ്യം. ക്യൂബ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. വെനിസുല, കൊളംബിയ ഇങ്ങനെ എണ്ണുന്നുണ്ട് കുറേ രാജ്യങ്ങൾ. അതിൽ ക്യൂബ പെടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ഇല്ലാതാക്കുക, ഇടതുപക്ഷ ചിന്താധാര തന്നെ ലോകാടിസ്ഥാനത്തിൽ നാട് നീങ്ങണം എന്നുള്ള നിലപാടുകാരാണ് എല്ലാ കാലത്തും വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന അമേരിക്കയുടെ ഭരണാധികാരികൾ. കൊളംബിയയുടെ പ്രസിഡന്റ് ഗസ്റ്റാവോ പെട്രോ ശക്തമായ രീതിയിൽ ഇതിനെ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തു. രാജ്യത്ത് കടന്നു കയറിയിട്ടുള്ള ഏതൊരു ആക്രമണവും അപ്രതീക്ഷിതമായിരിക്കുന്ന തിരിച്ചടിയിൽ വലിയ രീതിയിലുള്ള മുറിപ്പാടുണ്ടാക്കും അമേരിക്കക്ക് എന്ന് ഇപ്പോൾ തന്നെ പെട്രോ അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊളംബിയയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് പല രാജ്യങ്ങളും തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ പെട്ടതാണ് എന്ന് ഇതിന് മുൻപ് തന്നെ പറഞ്ഞു. കൊളംബിയ അല്ലെന്ന് പറഞ്ഞു, അന്ന് വെനിസുലയാണ്. വെനിസുലേൻ്റെ അതിര് പങ്കിടുന്ന പല രാജ്യങ്ങളും യഥാർത്ഥത്തിൽ തങ്ങളുടെ ലക്ഷ്യത്തിൽ പെട്ടതാണ്. അതിനെ കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ അവിടെയുള്ള ഇത്തരം സാമൂഹ്യ തിന്മയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് തങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങൾ നടപ്പാക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. കൊളംബിയയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ നമുക്ക് നോക്കാം. വെനിസുല, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയ ആ രാജ്യം വെനിസുല, ബ്രസീൽ, പെറു, ഇക്വഡോർ. ഇതാണ് കര അതിർത്തിയുമായിട്ട് പങ്കിടുന്ന പ്രധാനമായിരിക്കും 4 രാജ്യങ്ങൾ. പനാമ, നിക്കരാഗോ എന്ന് പറയുന്നത് ഈ കരീബിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. മൊത്തത്തിൽ ഏകദേശം ഒരു 6 രാജ്യങ്ങൾ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഈ 6 രാജ്യങ്ങളിൽ ഇപ്പോൾ വെനിസുലയും ഈ പറയപ്പെട്ട കൊളംബിയയുമാണ് ഏറെക്കുറെ അമേരിക്കയുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടി നിൽക്കുന്ന രാജ്യം. പറയുന്നതിന് തിരിച്ച് അപ്പം തന്നെ മറുപടി പറയുകയും സമീപന നിലപാടുകൾ കൃത്യമാക്കി പറയുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പെട്ടതാണ് ഈ പറയപ്പെട്ട 2 രാജ്യം. അത് വെനിസുലയുടെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത്. ഇപ്പോൾ കൊളംബിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൊളംബിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് 4211 കിലോമീറ്ററാണ് ദൂരം. ഏകദേശം വിമാനയാത്ര എന്ന് പറയുന്നത് 5 മണിക്കൂറാണ്. 37ാം പ്രസിഡൻ്റായിട്ട് രാജ്യത്തിൻ്റെ, അതായത് നമ്മൾ പറയുന്നത് ഇപ്പോൾ കൊളംബിയയെക്കുറിച്ചാണ്. കൊളംബിയയുടെ 37ാമത്തെ പ്രസിഡൻ്റായി 2022 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ് പെട്രോ അധികാരമേൽക്കുന്നത്. ആദ്യത്തെ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് നേതാവാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അതിനു മുമ്പ് കൊളംബിയയായിട്ടൊക്കെ അമേരിക്ക നല്ല ബന്ധമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണം അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അമേരിക്ക വലിയ താല്പര്യമാണ്, അമേരിക്ക ചെയ്യാറുണ്ട്. ഗസ്റ്റാവോ പെട്രോ, റൊഡാൾവോ ഫെർണാണ്ടസ്, ഈ 2 പേരാണ് മത്സര രംഗത്ത് ലാസ്റ്റ് ഉണ്ടായത്. 2022 ആ ജനാധിപത്യപരമായുള്ള തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 2 സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ റൊഡാൾഫോ ഫെർണാണ്ടസിനെ അമേരിക്ക പിന്തുണയ്ക്കുകയും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് എന്ന് അന്ന് തന്നെ പെട്രോ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ഒഴുക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജനാധിപത്യ പ്രക്രിയ പ്രകാരം അവിടുത്തെ ജനങ്ങൾ വളരെ കൃത്യതയോടുകൂടി പെട്രോയെ അധികാരത്തിലേറ്റി. 7 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം. അവിടെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ എല്ലാവരും ഈ പ്രസിഡന്റിനെയാണ്
വോട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് പ്രസിഡൻസ് തിരഞ്ഞെടുപ്പ് വരുന്നത്. നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു സംവിധാനമില്ല. നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റ് സംവിധാനമാണുള്ളത്. ഈ പാർലമെൻറ്റിലേക്കുള്ള മെമ്പർമാരെ മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളൂ. പ്രധാനമന്ത്രിയെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളാണ്. ഡയറക്റ്റ് ത്രൂ അങ്ങനെ ഒരു പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുക്കുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തില്ല. അമേരിക്കയിലുണ്ട്. അപ്പോൾ ഇവിടെ നടന്ന അങ്ങനത്താണ് 7 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം 50.44% വോട്ട് പെട്രോ നേടി. ടോട്ടലായിട്ട് പറയുന്ന സമയത്ത് പെട്രോ 11.29 മില്യൺ വോട്ട് അദ്ദേഹത്തിനും, എതിർ സ്ഥാനാർത്ഥി അയക്കുന്ന ഹെർണാഡ്സ് എന്ന് പറയുന്ന ആൾക്ക് 10.60 മില്യൺ വോട്ടുമാണ് ലഭിച്ചത്. 3% മുന്നേറ്റമുണ്ടായത് പെട്രോക്കാണ്. 3% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയപ്പെട്ട 7 ലക്ഷം വോട്ട് മൊത്തത്തിൽ ആ രാജ്യത്ത് മൊത്തത്തിൽ വരും. ആ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. പെട്രോ സർക്കാരിൻ്റെ കാലഘട്ടത്തിന് മുൻപ് അഥവാ 2022 വർഷത്തിന് മുൻപ് അമേരിക്കയുമായിട്ട് ഈ രാജ്യം, ഈ കൊളംബിയ എന്ന് പറഞ്ഞ രാജ്യം വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമായിരുന്നു. ഹുവാൻ മാനുവൽ എന്ന് പറയുന്ന ഭരണാധികാരി 20/10/2010 ആ കാലഘട്ടം 2010 ശേഷമുള്ള ആ കാലഘട്ടത്തിലല്ല, 2022 നീണ്ടിരിക്കുന്ന അത്രയും കാലഘട്ടത്തിലൊക്കെ അവിടെ ഭരണം നടത്തിയവരുമായിട്ട് അമേരിക്ക സൗഹൃദ ബന്ധം ഉണ്ടാക്കി. ഹുവാൻ മാനുവൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സമാധാന സാമ്പത്തിക ഈ വാക്താവായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തു. നോബൽ സമ്മാനത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഹുവാൻ മാനുവലിന് വേണ്ടിയിട്ട് എന്നുള്ള അഭിപ്രായം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. പിന്നീട് അമേരിക്ക അത് നിഷേധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചിട്ടാണ്. പിന്നെ രാജ്യമാകുന്ന സമയത്ത് കൊളംബിയക്ക് ഒരു നോബൽ സമ്മാനം കിട്ടുന്ന സമയത്ത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അഭിമാനം ഉണ്ടാവും. അതുകൊണ്ട് ആരും വലിയ എതിർപ്പ് ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. ഇവിടെ ചില മാറ്റങ്ങൾ കൃത്യതയോടുകൂടി അമേരിക്ക വരുത്തിയത് പെൻറ്റഗൺ ആക്രമണത്തിന് ശേഷമാണ്. പെൻറ്റഗൺ അൽഖ്വയ്ദ ഭീകരവാദികൾ വിമാന ദുരന്തം നടത്തിയതോടുകൂടി അമേരിക്കയുടെ യശസ്സിന് വലിയ രീതിയിലുള്ള മുറിവേറ്റു. ലോകാടിസ്ഥാനത്തിൽ അമേരിക്ക പെടഞ്ഞു പോയിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ പറയപ്പെട്ട തീവ്രവാദി ആക്രമണം. അതിനെ ഏതെല്ലാം തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും ആ രീതിയിലൊക്കെ പ്രതിരോധിക്കേണ്ട അമേരിക്കക്ക് ഇത് കാണാൻ പോലും സാധിച്ചിട്ടില്ല വിമാനം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പുറത്തുവരുന്നത്. അതിനുശേഷം അമേരിക്ക കാതലായിരിക്കുന്ന ചില മാറ്റങ്ങൾ വരുത്തുകയും ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും ആ പ്രഖ്യാപനത്തോടൊപ്പം ഫോളോ ചെയ്യുകയും ചെയ്തു. 10 തെമ്മാടി രാജ്യങ്ങൾ ലിസ്റ്റിൽ നമ്മൾ പറയപ്പെട്ടിട്ടുണ്ട്. ആ 10 തെമ്മാടി രാജ്യങ്ങൾ ഏറെക്കുറെ ഒതുക്കാൻ വേണ്ടി അവർ സാധിച്ചു. അതിൽ വെനിസ്വേല ഉണ്ട്, പക്ഷേ കൊളംബിയ ആ പേരിലില്ല. വെനിസ്വേല ഉണ്ട്, ക്യൂബയുണ്ട്, കൊറിയ ഉണ്ട്. 3 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ ബാക്കി 7 രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ്. സദ്ദാം ഹുസൈൻ തുടങ്ങി ലിബിയയിലൂടെ, ഈ സുഡാനിലൂടെ, ഈജിപ്തിലൂടെ അങ്ങനെ സിറിയയിലെത്തി. അവിടെയൊക്കെ നടന്ന സംഭവത്തെയൊക്കെ പറ്റിയൊക്കെ നമ്മൾ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ പറയുന്നത് വെനിസ്വേല ഏറെക്കുറെ വെനിസ്വേലയുടെ ആദ്യഘട്ടത്തിന് അവിടുത്തെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ഷാവേസിനെ ഈ ക്യാൻസറിൻ്റെ അണു കുത്തിവെച്ചിട്ട് കൊലപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം മൃത്യു വരിച്ചു എന്നുള്ളതാണ് അവസാനത്തെ റിപ്പോർട്ട്. ഫലസ്തീൻ്റെ പ്രസിഡന്റ് യാസർ അറഫാത്തിനെ പ്ലൂട്ടോണിയം എന്ന് പറയുന്ന വിഷദ്രാവകം അടിവസ്ത്രത്തിൽ തിരികെ കയറ്റി, അല്ലെങ്കിൽ അത്തരം ഈ വസ്തുക്കൾ, ആണവ വസ്തുക്കൾ തേച്ച് പിടിപ്പിച്ച അടിവസ്ത്രം അദ്ദേഹത്തെ കൊണ്ട് ഉടുപ്പിച്ചു എന്നും പറയുന്നു. അങ്ങനെ ഏതായാലും അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അവിടെ ഫ്രാൻസിൽ വെച്ചായിരുന്നു ചികിത്സക്ക് പോയിരുന്നത്. ഫ്രാൻസിൽ വെച്ചുള്ള ചികിത്സയിൽ ജൂതന്മാരായിരിക്കുന്ന ഡോക്ടർമാരായിരുന്നു അദ്ദേഹത്തെ ചികിത്സിച്ചത് എന്ന് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ പറഞ്ഞു. അദ്ദേഹത്തെ ഈ റാമല്ലയിൽ വെച്ച്, പാലസ്തീനിലെ റാമല്ലയിൽ വെച്ച് യാത്രയാക്കാൻ വേണ്ടി അന്നത്തെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന അഹമ്മദ് പോയതും അദ്ദേഹത്തോടൊപ്പം നിസ്കരിച്ചതും യാത്രയപ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാം നമ്മൾ കണ്ടതാണ്. അത്രയ്ക്ക് വളരെ ശാന്തമായ രീതിയിൽ വളരെ കൃത്യതയോടുകൂടി എഴുന്നേറ്റ് നടന്നുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് ഫ്രാൻസിലേക്ക് അദ്ദേഹം പറഞ്ഞത്. ഒരു കുഴപ്പമില്ല. 4ാമത്തെ ദിവസം അദ്ദേഹം മരിച്ചു എന്ന റിപ്പോർട്ടാണ്. മസ്തിഷ്ക ആഘാതം. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അമേരിക്ക അന്ന് ലക്ഷ്യം വെച്ചിരിക്കുന്ന പരമാവധി രാഷ്ട്ര നേതാക്കന്മാരെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചു. അതിൽ അവസാനം വെനിസ്വേല എന്ന് പറയുന്നത്. വെനിസ്വേലയിൽ ഇത് അവസാനിക്കുന്നില്ല. പിന്നീട് ഇപ്പോൾ കൊളംബിയയുടെ പേര് പറയുന്നു. കൊളംബിയക്ക് നേരെ ഈ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള സൈനിക സംവിധാനവും സ്വരൂപണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊളംബിയ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടും ഇതിൽ പറയാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ മേലെ അതിക്രമിച്ച് കയറി ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഗുണ്ടകൾ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ്.
അപ്പോൾ നമ്മൾ ഈ പണം കൊടുത്ത് മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില വിക്രയകൾ പോലെയുള്ള എന്ന് വെച്ചാൽ നേർക്ക് നേരെ പറഞ്ഞാൽ ഒരു തമ്മാടിത്തം, ആ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് അമേരിക്ക ചെയ്തത്. എന്നിട്ട് പ്രതികരിച്ച രാജ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ്. അതിലൊന്ന് റഷ്യയും ചൈനയും ഇറാനും ആദ്യഘട്ടത്തിൽ പ്രതികരിച്ച കൊറിയയും. ഈ 4 രാജ്യങ്ങളുമാണ് ശക്തമായ രീതിയിൽ കണിശമായി തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്, ഈ പ്രവർത്തനം ധിക്കാരപരമാണ്, അത് ലോകത്തോടും യു എൻ സംവിധാനത്തോടും ചെയ്യുന്ന ധിക്കാരമാണ് എന്ന് പ്രതികരിച്ചുകൊണ്ട് ഈ 4 രാജ്യങ്ങൾ പ്രസ്ഥാനം പുറപ്പെടുവിച്ചു. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അവിടെയും ഇവിടെയും തൊടാതെ രീതിയിലാണ് 200 ചില്ലാനും രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ടായിട്ട് ഇത്രയും വലിയൊരു തെമ്മാടിത്തം അമേരിക്ക ചെയ്തിട്ട് പ്രതികരിച്ച രാജ്യങ്ങളുടെ എണ്ണം വെറും 4 എണ്ണം മാത്രമാണ്. അപ്പോൾ നമുക്കത് ഊഹിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ബാക്കിയുള്ള സ്ഥിതി കാര്യങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, കൊളംബിയക്ക് നേരെ ആക്രമണം നടക്കുന്ന സമയത്ത് ആ ആക്രമണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിധ്വനികൾ ഒരുപക്ഷെ ഈ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല എന്നുള്ളത് കഴിഞ്ഞകാല ചരിത്രത്തിൻ്റെ പാഠമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.